വാ വീട്ടിൽ പോവാം. അതിനിവിടെ വരാനാ പറഞ്ഞേ. അല്ല മോച്ചൂട്ടാ, ഫെലിക്സ്. സോറി ബ്രദർ, ഞങ്ങൾ ചെല്ലട്ടെ, കുറച്ച് തിരക്കുണ്ട്. ഹോ, എന്റെ ചെറുക്കനെ കാണാൻ ഒരു ഫിലിം സ്റ്റാറിനെ പോലെ. എനിക്കാണെങ്കിൽ വിസലടിക്കാൻ തോന്നുന്നു. പിന്നല്ല, അവൻ ആരുടെയാ മോൻ? ഓ, ഇതിനൊരു അവസാനല്ലേ? ഞാൻ മിണ്ടാതിരിക്കുന്നു എന്ന് വിചാരിച്ചു. ഇതെപ്പ തുടങ്ങിയതാ? പറഞ്ഞതൊക്കെ ഓർമ്മണ്ടല്ലോ. വീട്ടിലേക്ക് എന്തായാലും വരണം. പിന്നെന്താ, നീ പറഞ്ഞില്ലെങ്കിലും ഞാൻ വന്നിരിക്കും. നീ അങ്ങ് വാടാ, അന്ന് നീ എന്റെ തനി നിറം കാണും. അല്ല വീ, കുറെ നേരമായി ഞാൻ ശ്രദ്ധിക്കണോ, നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്ന? ഞാനെന്താ മിണ്ടാൻ? നമ്മൾ പറയുന്നൊന്നും കേൾക്കാൻ ആർക്കും നേരമില്ലല്ലോ. അതെന്താ വിയ്യാട്ടേട്ടൻ അങ്ങനെ പറഞ്ഞു? കള്ളക്കുരിപ്പ്, നീ അങ്ങ് വാടി. അവളും അവളുടെ ഒരു അജ്ഞാതനും കണ്ടാ പറയോ രണ്ടിനെയും അജ്ഞാതനും അജ്ഞാതയാണെന്ന്. ഇവിടെ ആയിപ്പോയി. ഇല്ലായിരുന്നെങ്കി ഡി കൂക്കി, നീ അതൊന്ന് നോക്കിക്കേ. അത് ചിമിനല്ലേ? അതെ, അവനും അവന്റെ പെണ്ണും. ഓക്കെ, ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ, നമുക്ക് കാണാം. ഓ, വേണമെന്നില്ല. ഡി കൂക്കി, അപ്പോ ഈശ്വര, തട്ടിപ്പോയോ? ഇനി എന്റെ പിള്ളേർക്ക് ഞാൻ വേറെ തള്ളി അന്വേഷിക്കേണ്ടി വരുമോ? എന്നാലും പെട്ടെന്നൊരു അന്വേഷണം. നോക്കാം, ഇവിടെ തന്നെ ഉണ്ടല്ലോ കുറെ എണ്ണം. ഓ, ഇവളുടെ സ്വപ്നം കാണാൻ കഴിഞ്ഞില്ലേ? ഡീ മുയലെ, നീ ഇങ്ങ് നടക്ക്. ആദ്യം വീട്ടിലൊന്നും എത്തട്ടെ. നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് അതൊക്കെ നോക്കാം. അപ്പോഴേക്കും എന്റെ ചേച്ചി ജീവനോടെ ഉണ്ടായാ മതി. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. ഫെലിക്സിനെ നോക്കി ഇവിടെ ഒന്നും കാണാനില്ല, അവനോട് പറഞ്ഞാ മതി. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങുവാണേ. നിങ്ങളെന്താ പിള്ളേരെ ഇവിടെ നോക്കി നിൽക്കണേ? പോയി വണ്ടി എടുക്കുക, നമുക്ക് വേഗം വീട്ടിലെത്തണം. ഏത് വണ്ടി? നിങ്ങളുടെ പുത്രനായ രാവണൻ എന്റെ ചേച്ചി എന്ന് സീതയെ കടത്തിക്കൊണ്ടുപോയത് നിങ്ങളുടെ തുക്കട പുഷ്പക വിമാനത്തിലാ. അപ്പൊ നമ്മൾ എങ്ങനെ പോവും? റോഡൊക്കെ വിജയമ്പിച്ച് കിടക്കണം, ഒരു വണ്ടി പോലും ഇല്ല. എന്നാലും അവൻ ഇങ്ങനൊരു ചതി ചെയ്തപ്പോഴോ? എടാ മനുഷ്യ, വേഗം ഒരു വണ്ടി വിളിക്കില്ലെങ്കിൽ അവൻ എന്റെ കൊച്ചിനെ കൊല്ലും. ചേട്ടനെ അല്ല പേടിക്കണ്ടേ, ചേച്ചിനെയാ. എന്താ? അല്ല, ചേച്ചി കരാട്ടെ ബ്ലാക്ക് ബെൽറ്റാ, അതാ ഒരു പേടി. അതോർത്ത് എന്തായാലും നിങ്ങൾ പേടിക്കണ്ട. അവളെന്തായാലും അവനൊന്നും ചെയ്യില്ല. അത് പപ്പയ്ക്ക് തോന്നുന്ന അവളുടെ ഒന്ന് കിട്ടിയതിന്റെ ജിമ്നേട്ടൻ പാതി ഭാഗത്ത് നടക്കുന്ന. എന്റെ പൊന്നു പിള്ളേരെ, നിങ്ങൾ എന്തൊക്കെ പറയണം? നിന്റെ അടവുകളൊക്കെ തടുക്കാനുള്ള വിധി ഞാൻ പഠിച്ചിട്ടുണ്ട് എന്റെ കൊച്ചേ. അപ്പൊ ചേട്ടനെ, ചേട്ടന്റെ ആ വിഹിതം എടുക്കുക. ഇത് വിഹിതല്ല, വിഹിതം. എന്തൊക്കെയാണെങ്കിലും എനിക്കുള്ളതാണല്ലോ. മാറി നിന്നോ, നീ അടുത്തേക്ക് വന്ന് എന്റെ കയ്യിൽ നിന്ന് കിട്ടും. തന്നോളൂ, ഞാൻ വാങ്ങിച്ചോളാം. എന്നാ പിടിച്ചോ. അയ്യോ കിച്ചേട്ടാ, നീ ഈശ്വരാ, ചെറുക്കൻ തട്ടിപ്പോയോ? ഈ രണ്ടിനി എന്ത് കടയിലാവൂ? ഓ, ചേച്ചിയോ? എപ്പോ വന്നു? ഞാനൊരു സ്വപ്നം. അടുക്കള, ആ തറയിൽ കിടക്കുന്ന എന്റെ ചേട്ടനല്ലേ? അത് ഞാൻ. എടി ചേച്ചി, എന്റെ ചേട്ടനെ കയറി പീഡിപ്പിച്ചതും പോരാ, അവന്റെ ബോധവും. ഞാനെല്ലാം പറയാ, ഇതൊന്നും പറയാനുള്ള നേരമില്ല. എനിക്കൊരു വിശദീകരണം വേണ്ട, ഞാനെല്ലാം ലൈവായി കണ്ടല്ലോ. മാറി നിക്ക്, ഞാൻ അവനൊന്ന് നോക്കട്ടെ. ഞാൻ വെറുതെ ഒന്ന് തട്ടിയുള്ളൂ. നീയൊന്ന് തട്ടിയന്റെ ഈ തട്ടിപ്പോയി കിടക്കുന്നു. കിച്ചേട്ടന്റെ ബോധം പോയി. അല്ല മകളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? പിന്നെ ചോദിക്കാം, ഇപ്പൊ നീ ആ മനുഷ്യനെ വിളിച്ചെണീപ്പിക്കടാ. ആദ്യം ഇവൻ ഇങ്ങനെ അവിടെ കൊണ്ട് കിടത്താം, ഇല്ലെങ്കിൽ ഞാനിവിടെ പലതും വീണ്ടും കാണേണ്ടി വരും. എന്റെ മോച്ചുട്ടാ, എനിക്ക് നിന്നോട് ഇപ്പൊ സഹതാപം തോന്നുന്നു. എന്തൊക്കെ പിള്ളേരെ നിങ്ങൾ പറയണേ? വേഗം വണ്ടി എടുക്കടാ. ഏത് വണ്ടി? ഓ, നാശം പിടിക്കാൻ. എവിടെന്നെങ്കിലും ഒരു വണ്ടി വിളിക്കടാ, ഇല്ലെങ്കിൽ എന്നാ പെണ്ണ് ഒറ്റയ്ക്കേ ഉള്ളൂന്ന് പറഞ്ഞ് എന്റെ ബൂസ്റ്റും ഹോർലിക്സും കാലിയാക്കും. എന്റെ പൊന്നേട്ടത്തി, ഏട്ടത്തിക്ക് ഇപ്പൊ അതാണോ സങ്കടം? പിന്നല്ലാതെ. അയ്യോ,
ഇത് ചെറുക്കൻ. ആ ഓർമ്മ വന്നല്ലോ. ഞാൻ കൊണ്ടുവിടണോ? എന്റെ ഫെലിപ്പിച്ച അകത്ത് ചേട്ടന്റെ ബർത്ത്ഡേ പാർട്ടിയാ നടക്കണം. നിങ്ങൾ വാ, ഞാൻ കൊണ്ടുവിടാം. മോനെ കുഴപ്പമില്ല അങ്കിൾ, നിങ്ങൾ വാ. ഈ മനുഷ്യനാണെങ്കിൽ ഒരടിയുടെ ആഫ്റ്റർ എഫക്റ്റ് നിൽക്ക്. ഇനി ഞാനിത് എവിടെ നിന്ന് തുടങ്ങും? നിനക്ക് കെട്ടണോ? ദേവി കെട്ടാനോ? ആ എനിക്ക് കെട്ടണം. പിന്നെ എന്തിനാണ് ഞാനിവിടെ ഉള്ളത്? എന്റെ കൈ. നിന്റെ കയ്യോ? മൂച്ചൂട്ട് എന്റെ കൈ വേദനിക്കുന്നു. ഓ ഈ കൈ. ഈശ്വരാ ചെറുക്ക എന്നാ ഒരു ഹോട്ട. പോയി കെട്ടടി എന്നവനെ. ഓ ഈ നാറി ഒരിക്കലും നന്നാവില്ല. എന്താടി നോക്കി പഠിപ്പിക്കുന്നത്? ഞാൻ അയാളെ കെട്ടിയ നിനക്കെന്താ? പിന്നെ ഈ ദേഹത്ത് തൊട്ടുള്ള കളിയൊന്നും വേണ്ട. പിന്നെ എന്ത് ധൈര്യത്തിലാ താൻ എന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തോണ്ട് വന്ന്? ഈ കുരിപ്പ് മര്യാദക്ക് സംസാരിച്ചോണം. ഇല്ലാന്നാണെങ്കിൽ മര്യാദ എന്താന്ന് ഞാൻ പഠിപ്പിക്കും. താനേ അത് തന്നെ മറ്റവളെ പോയി പഠിപ്പിച്ചാ മതി. നീ അധികം എന്റെ മുന്നിൽ കിടന്ന് വളയാൻ നിൽക്കല്ലേ. അവന്റെ മുന്നിൽ എന്തായിരുന്നു അവളുടെ കൊഞ്ചൽ? കൊറേ നേരായി പറഞ്ഞിട്ട് ഞാൻ ആരോടാടാ കൊഞ്ചി കുറഞ്ഞ്? നിനക്ക് ഇനി ഞാൻ പറഞ്ഞു തരണോടി അവിടെ എന്തായിരുന്നു? എന്റെ പൊന്നു മോച്ചിട്ട് നീ കാര്യം അറിയാതെ ഓരോന്ന് പറഞ്ഞാലുണ്ടല്ലോ, എനിക്ക് തന്നെ എന്റെ സ്വഭാവം പിടിക്കാൻ നിൽക്കുന്ന സമയാ.